പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന യുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവർ. അപ്പോൾ വിശ്വാസികളുടെ ഗുണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ അവർ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും അതുപോലെ തന്നെ എല്ലാ കാര്യവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അവരാണ് സത്യവിശ്വാസികൾ. പിന്നെ അടുത്ത് പറയുന്ന നമസ്കാരം മുറപ്രകാരം നിർവഹിക്കും, നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പേടിച്ച് നടുങ്ങുക, അള്ളാഹുവിനെ പറ്റി പറയാൻ പേടിച്ച് നടുങ്ങുക. രണ്ട്, അള്ളാഹുവിനെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിച്ച പിന്നെ വിശ്വാസം വർദ്ധിക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, നിസ്കാരം മുറപ്പോലെ നിർവഹിക്കുക, നൽകിയിട്ടുള്ള ചെലവഴിക്കുക. സക്കാത്ത്, നിസ്കാരവും സക്കാത്ത് പറയുന്നുണ്ട്. മൊത്തം 5 കാര്യമാണ് അവിടെ പറയുന്നത്. ഭരമേൽപ്പിക്കുക, നിസ്കരിക്കുക, ചെലവഴിക്കുക, സക്കാത്ത് കൊടുക്കുക, പിന്നെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുക, വിശ്വാസം ദൃഷ്ടാന്തങ്ങൾ കേട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുക അല്ലേ. ഒരു ഉദാഹരണമായിട്ട് ശാസ്ത്രം കണ്ടുപിടിക്കുക എന്ന് കൂട്ട പന്നിയുടെ മാംസത്തിൽ അതിഗുരുതരമായ വിരകളുണ്ട്, അത് വളരെ വലിയ പകർച്ചവ്യാധിയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് പിന്നെ ഒരു വിശ്വാസം വർദ്ധിക്കും. കാണാം 1400 വർഷങ്ങൾ മുമ്പ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ അത്. അപ്പം സ്വാഭാവികമായിട്ടും വിശ്വാസം ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. ഇനി അതുമല്ല ഖുർആൻ വായിക്കുമ്പോൾ തന്നെ അവർക്ക് വിശ്വാസം വർദ്ധിക്കും. ഖുർആൻ വായിക്കണമെങ്കിൽ നമ്മൾ അറബി ഭാഷ പഠിക്കണം. അറബി ഭാഷ പഠിക്കാൻ വലിയ വിഷയമുള്ള കാര്യമല്ല. നമ്മൾ പല ഭാഷകൾ, ഹിന്ദിയൊക്കെ പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് ജോലിക്കും വേണ്ടിയില്ലേ. പല കോഴ്സുകൾ, ടോയ്ഫൽ എന്നൊക്കെ പല കോഴ്സുകളുണ്ട്. വെച്ചാൽ പല നാട്ടിലെ ജനങ്ങൾ പല രൂപത്തിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ആ രൂപത്തിലൊക്കെ സംസാരിച്ച് പഠിപ്പിക്കുന്ന കോഴ്സുകളാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളൊക്കെ നമ്മൾ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്പം ആയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഭാഷയാണ് അറബി. അക്ഷരങ്ങളൊക്കെ എഴുതാനൊക്കെ നമുക്ക് എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ കൂട്ടി എഴുതുവാനും എളുപ്പമാണ്. അതിന് കുറേ ഗുണങ്ങളുണ്ട്, പഠിക്കാനൊക്കെ എളുപ്പമാണ്. അതിൽ പിന്നെ ഗ്രാമർ, ഫയലു എന്നുള്ള വാക്കിലെ ഒരാൾ പ്രവർത്തിച്ചു, 2 പേർ പ്രവർത്തിച്ചു, 2-ൽ കൂടുതൽ പേർ പ്രവർത്തിച്ചു അല്ലേ. അതൊക്കെ ലു അവസാനത്തെ ഒരു അക്ഷരം വെക്കുന്നതോടുകൂടി അത് വലിയൊരു അർത്ഥം കൂടി നമുക്ക് കിട്ടുകയാണ്. നമുക്ക് സമയം ലാഭിക്കുകയാണ്, സ്ഥലം ലാഭിക്കുകയാണ് അല്ലേ. നമുക്ക് അവിടെ 3-ലധികം പേർ പ്രവർത്തിച്ചു എന്ന് എഴുതണമെങ്കിൽ എത്ര വാക്കുകൾ ഉപയോഗിക്കണം മലയാളത്തിലാണ്? അവർ 2-ൽ കൂടുതൽ 10 അക്ഷരം 11 അക്ഷരത്തോളം നമ്മൾ ചേർക്കേണ്ടി വരും. പക്ഷെ അറബിയിൽ ഒരു വാ എന്നുള്ള അക്ഷരം മാത്രം ഇട്ടാൽ മതി. 2-ൽ കൂടുതൽ പേർ പ്രവർത്തിച്ചു ഒരു ആശയം കിട്ടും. അപ്പോൾ എളുപ്പമാണ് എന്ത് കാര്യം, വളരെ എളുപ്പത്തിൽ നമുക്ക് അറബി ഭാഷ പഠിക്കാം. പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഖുർആനിലുള്ളത്. പല നാട്ടിൽ നടന്ന സംഭവങ്ങളും ചരിത്രങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷകളും നന്മകളും ഒക്കെയാണ് അതിൽ പറയുന്നത്. നന്മ ചെയ്യുന്നവർക്കുള്ള പാരിതോഷികങ്ങളും അതൊക്കെ കേൾക്കുമ്പോൾ നമ്മിലെ നമ്മിലെ വിശ്വാസം വർദ്ധിക്കും. അപ്പം ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ വേണ്ട അറബി പഠിഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുക. അതുപോലെ പരിഭാഷകൾ വായിക്കുക. നമുക്ക് അതുമല്ലെങ്കിൽ അറബി ഭാഷ നമുക്കും എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. അറബി ഭാഷ പരിഭാഷകളുണ്ട്, പദാനുപദ പരിഭാഷകളുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ ഉലായിക്കൽ പിന്നെ അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീനൻ്റെ അടിയിൽ അതിൻ്റെ അർത്ഥം യാതൊരുത്തർ, യുഖീമൂന അവർ പ്രവർത്തിക്കുന്നു, അസ്സലാത്ത് നമസ്കാരം, വമിമ്മാ അതിൽ നിന്ന്, റസഖ്നാഹും നാം അവർക്ക് ചെലവഴിക്കുന്നു, നമുക്ക് നൽകിയതിൽ നിന്ന്, യുൻഫിഖൂൻ ചെലവഴിക്കുന്നു. ഓരോ വാക്കിൻ്റെ അടിയിലും അർത്ഥം എഴുതിയ ഖുർആൻ പരിഭാഷകൾ കിട്ടും. അതുപോലെ ഫോണിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നമുക്ക് അപ്പോൾ ഓരോ വാക്കിൻ്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യുക, ഒരു കടലാസിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാം.
ഒരു നോട്ട് ബുക്കിൽ പിന്നെ ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് അറബിയും ഇടത് ഭാഗത്ത് മലയാള അർത്ഥവുമാക്കി ഇങ്ങനെ എഴുതുക. ഇതിന് ശേഷം അതെന്ത് ചെയ്യുക, ആ പേജ് മടക്കി കൊണ്ട് വെക്കുക. അല്ലെങ്കിൽ ഒരു ഭാഗത്തൊരു കടലാസ്, മലയാളം എഴുതിയ ഭാഗത്തൊരു കടലാസ് വെച്ചിട്ട് കാണാപ്പാഠം പഠിക്കുക. അപ്പോൾ ഒരു വാക്കുകൊണ്ട് പഠിച്ച മൊത്തം വാക്ക് 1, 2, 3, 4, 5, 6 പദമാണ് അവിടെ പഠിച്ച് കാണാപ്പാഠം പഠിച്ചു. അങ്ങനെ പഠിച്ച് ഖുർആൻ പഠിക്കുമ്പോഴത്തെ മൊത്തം അറബി പദങ്ങൾ നമുക്ക് കാണാപ്പാഠം പഠിക്കാം. അതോടൊപ്പം ഗ്രാമറും ഒക്കെ നമുക്ക് അതിൽ പെടും. മനസ്സിലായില്ലേ? ഇത് ഗ്രാമർ വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അർത്ഥം അറിഞ്ഞ് അങ്ങനെ പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്രാമറും അതിൽ പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഫഅലു എന്നുള്ള വാക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒന്നിലധികം പ്രവർത്തിച്ചതിനെയാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് മനസ്സിലാക്കാൻ അത്രയും അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചത് കൊണ്ട്, പദങ്ങളുടെ അർത്ഥം പഠിച്ചുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് അതും കൂടി മനസ്സിലേക്ക് വരും. പിന്നെ ഗ്രാമർ വേറെ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യം വരില്ല. പറഞ്ഞു വരുന്നത് നമ്മൾ അല്പം മനസ്സ് വെച്ചാൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഈയുള്ളവൻ ആദ്യമായിട്ട് ഖുർആൻ ക്ലാസ്സിൽ പിന്നെ നമ്മളെ ജമാഅത്ത് ഇസ്ലാമി പള്ളിയിൽ ഖുർആൻ ക്ലാസ് സ്റ്റഡി സെൻറ്റർ ആരംഭിച്ചിരുന്നു. അപ്പോൾ ഈയുള്ളവൻ എന്തൊരു പേരും കൊടുത്തു, ക്വസ്റ്റ്യൻ്റെ പേരും കൊടുത്തു ചേരാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് എനിക്കൊരു അസുഖം വന്നു. അല്ലേ, ഞാൻ പഴുത്തപ്പോൾ കായക്കൊക്കെ വായിൽ പുണ്ണ് പറഞ്ഞ മാതിരി എനിക്ക് ചെറിയ മാനസികമായ അസുഖം വന്നു. അതോടെ 2 മാസത്തോളം എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 2 മാസം കഴിഞ്ഞില്ല. പിന്നെ ക്ലാസ്സിൽ പോകുന്നത് ശരിയില്ലല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ എന്ത് ചെയ്തു, ആ ക്ലാസ്സിൽ കയറിയില്ല. അധികം ബുധനാഴ്ചയാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ബുധനാഴ്ച ഞാൻ പള്ളിയിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഖുർആൻ സ്റ്റഡി സെൻറ്ററിലേക്കുള്ള ആൾക്കാർ. അപ്പോൾ എനിക്ക് ചമ്മലാണ്. കാരണം ഞാൻ പള്ളിയിൽ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന ആൾ ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ മോശമല്ല. അപ്പം പിന്നെ ഞാൻ അധികം ബുധനാഴ്ച സമയത്ത് ഞാൻ പള്ളിയിലേക്ക് വരാറില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ എൻ്റെ സുഹൃത്ത് വന്ന്, നമ്മുടെ കുടുംബ സുഹൃത്ത്, നീ എന്താ വരാത്ത? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ 2 മാസത്തോളം എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അതൊന്നും പ്രശ്നമില്ല. അത് ഖുർആൻ വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ പിന്നെയും ഒരേ വാക്കുകൾ പിന്നെയും ആവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ആ സൂറത്തുകളുടെ അർത്ഥങ്ങളൊക്കെ പിന്നെയും കിട്ടും. പല ആൾക്കാരും എത്രയോ നേരം വൈകിട്ട് കഴിഞ്ഞ ആഴ്ചയും കൂടി പുതിയ ആൾ വന്നിട്ടുണ്ട്, അതൊന്നും പ്രശ്നമില്ല, ഞാനിപ്പോൾ വന്നിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം നിർബന്ധപ്രകാരം ഞാൻ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞ്, പിന്നെ അഡ്മിഷൻ ഫീസൊന്നും ഇല്ലാണ്ട് കയറിയിരിക്കുക, 1 മാസത്തിനുള്ളിൽ ഫീസ് കൊടുക്കുക, അത്രേ ഉള്ളൂ, പുസ്തകമൊന്നും വേണ്ട, തൽക്കാലം ഒരു നോട്ടിൽ എഴുതിയെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് ആദ്യമായിട്ടിരുന്നു. അങ്ങനെ ആണ് ഖുർആൻ ക്ലാസ് ഞാൻ പഠിക്കാൻ ഭാഗ്യം കിട്ടുക, ഞാൻ ഇല്ലാത്ത. അതിന് മുമ്പ് ഞാനിങ്ങനെ നിരാശപ്പെട്ടു, എനിക്ക് ഖുർആൻ പഠിക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതി. അപ്പോൾ അവിടെ പ്രബോധനം വാരിക വരാറുണ്ടായിരുന്നു. അതിലിങ്ങനെ പദാനുപദ വിവർത്തനം അതിലുണ്ടാവും. ഓരോ വാക്കിൻ്റെയും സുഖത്തിലായിട്ട് അർത്ഥം. അത് സൂറത്തിൽ ഇതായിരുന്നു അന്ന് തുടങ്ങിയിരുന്നത്, സൂറത്തുൽ ബഖറയിൽ. പിന്നെ തുടക്കത്തിൽ കുറച്ച് വാക്കുകൾ വെച്ചാൽ ഹിജാർ, പിന്നെ അള്ളാഹു അവർ കയ്യിൽ ഹിജാറത്തി ഒരു വാക്ക്, തുടക്കത്തിൽ വാക്കുണ്ട്. പിന്നെ കല്ലുകൾ നഗരത്തിന് വിറകാകുന്നു തുടങ്ങിയ വാക്കുകളാണ് അന്നത്തെ ഇതിൽ വന്നിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രബോധന വരിക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ നിശ്ചയിച്ചു, ഇനി ഇന്ന് മുതൽക്ക് ഖുർആൻ്റെ അർത്ഥവും മുഴുവനും പഠിക്കും, കാണാപ്പാഠം പഠിക്കും. അങ്ങനെ അന്നത്തെ അത് 2-3 വാക്കുകൾ ഉണ്ടാവും ഒരാഴ്ചത്തേക്ക്. നമുക്ക് സുഖമാണല്ലോ, 2-3 സൂക്തമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മൊത്തം അർത്ഥം ഞാൻ കാണാപ്പാഠം പഠിച്ചു. ആ സൂക്തവും പരിപൂർണമായിട്ടും പഠിച്ചു. അതിന് മുമ്പുള്ളത് പഠിച്ചില്ല, അവിടെ അങ്ങോട്ട് പഠിക്കാമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഞാനൊരു പിന്നെ 3-4 ആഴ്ചൻ്റെ പ്രബോധനം വാങ്ങുകയും മൊത്തം ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്തിലാണ് പിന്നെ ഇദ്ദേഹം ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിലേക്ക് തന്നെ ആനയിച്ചത്. അങ്ങനെ പിന്നെ ഞാനത് പ്രബോധനം വായിക പഠിക്കുന്നത് നിർത്തി. പിന്നെ ഖുർആൻ ക്ലാസ്സിൽ അർത്ഥങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പഠിക്കുക. അതോ കൂടുതൽ അന്ന് അമ്മ ജ്യൂസ് കഴിഞ്ഞാൽ എടുത്തിരുന്നത് ആ സൂറത്തും പഠിക്കും. സൂറത്ത് പഠിക്കുകയെന്ന് വെച്ചാൽ കുറേയൊക്കെ നമ്മൾ കേട്ടുപരിചയമുള്ള സൂറത്താണല്ലോ അമ്മ ജ്യൂസിൻ്റെ താഴത്തുള്ളത്. അപ്പോൾ അത് ആ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പരിപൂർണമായിട്ടും കാണാപ്പാഠം പഠിക്കും. ആ കൂടുതൽ ഇപ്പോൾ അർത്ഥം പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ
ആ സൂറത്തും പഠിക്കും. കാരണം നമുക്കത് എവിടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മലയാളം അറിയുന്നത് കൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാവില്ല. അപ്പോൾ ഒരു ആമയും മുയലും കഥ നമ്മൾ കാണാപ്പാഠം പഠിക്കുകയാണ് കൂട്ടുക. അത് നമുക്ക് എളുപ്പം പഠിക്കാൻ കഴിയും. കാരണം എവിടെയെങ്കിലും ഒന്ന് ഒരു പിശക് വന്നു പോയി വേഗം നമുക്ക് ആ കഥ വെച്ചിട്ട് നമ്മൾ ഏച്ചു കൂട്ടും അല്ലേ, വിട്ടുപോയാലല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് പദ്യമാണെങ്കിൽ നമുക്കൊരു ഇത് മറന്നു പോയാൽ പിന്നെ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത് പുസ്തകം നോക്കണം. ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അർത്ഥം വരുന്നുണ്ട് ഏകദേശം നമുക്ക് ഊഹിച്ച് നമുക്ക് എടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഈ അറബി അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മുമ്പ് ഞാൻ മദ്രസ പഠിക്കുമ്പോൾ പിന്നെ ഖുർആൻ സൂറത്ത് കാണാപ്പാഠം പഠിക്കാറുണ്ട്. പക്ഷെ വളരെ പ്രയാസകരമായി തോന്നി. പക്ഷെ ഇത് അർത്ഥം പറഞ്ഞപ്പോൾ വളരെ എളുപ്പം എനിക്ക് ഈ ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 110ഓളം സൂക്തം ഞാൻ കാണാപ്പാഠം പഠിച്ചിരുന്നു. അപ്പോൾ പരിപൂർണമായിട്ടും ഖുർആൻ കാണാപ്പാഠം പഠിക്കണം നിശ്ചയത്തോടു കൂടിയാണ് ഞാൻ അവിടെ വരെ പഠിച്ചത്. പക്ഷേ 110 സൂക്തമൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ നിന്ന് മറന്നു പോകാൻ തുടങ്ങി. കാരണം കണ്ടമാനം അമ്മജുസും പിന്നെ റിവിഷൻ നടത്തണം, സൂറത്തുൽ ബഖറയിൽ നിന്ന് റിവിഷൻ നടത്തണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരം ഈ 5 നമസ്കാരം മാത്രമല്ല ഉള്ളത്. ഇതിൽ നമുക്ക് റിവിഷൻ നടത്താനുള്ള സമയം കിട്ടാതെയൊക്കെ മറന്നുപോയും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കഴിയുകയും ചെയ്തു. പഠിച്ച സുഹൃത്ത് തന്നെ മറന്നു പോകാനൊക്കെ തുടങ്ങി. അവനെ ഉപേക്ഷിക്കുകയുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് നമ്മൾ അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്പം ബുദ്ധിമുട്ടിയാൽ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾക്കപ്പെടുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. അതിൻ്റെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ സുന്നിപ്പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അറബിയിലാണ് കുത്തുബ. അപ്പോൾ നമുക്ക് ആ കുത്തുബ കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് മലയാളം കുത്തുബുള്ള പള്ളിയിൽ തിരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് ഞാനൊരു സുഹൃത്തും കൂടി ഒരു പള്ളിയിൽ പോയി. നമ്മൾ പോകുന്ന സ്ഥലത്ത് സുന്നിപ്പള്ളിയാണ്. അപ്പോൾ നമുക്ക് ഒരാശ മുജാഹിദ് പള്ളി പോകണം എന്നൊരാശ. അന്ന് നമ്മുടെ പ്രദേശത്ത് മുജാഹിദ് പള്ളി ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു പക്ഷെ അപ്പുറത്തേക്ക്. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വേറെ സ്ഥലത്ത് ബസ്സൊക്കെ കയറിപ്പോയി. ബസ് ഇറങ്ങിയൊരു പീഡിയക്കാരൻ്റെ പള്ളി വെച്ചപ്പോൾ അയാൾ പള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു മുജാഹിദ് പള്ളിയാണ്. അപ്പോൾ ദേഷ്യപ്പെട്ടു. മുജാഹിദ് സുന്നി ആയാലും പള്ളി പോയാൽ പോലെ ദേഷ്യപ്പെട്ടു. അയാൾ സുന്നിയായിട്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആ പ്രശ്നം വരില്ല. നമുക്ക് അറബി അറിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് സുന്നി പള്ളിയിലും മുജാഹിദ് പള്ളിയിലും പോകാം. അർത്ഥം അറിയാമല്ല. അപ്പോൾ അങ്ങനെ പല ഗുണങ്ങളുണ്ട്. പറഞ്ഞു വരും നമ്മൾ അറബി ഭാഷകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആദനബി സംസാരിച്ച ഭാഷ അറബിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഭാഷകളുടെ മാതാവ് അറബി ഭാഷ. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഷ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. പറഞ്ഞു നമസ്കാരം മുറ പോലെ നിർവഹിക്കണം. മുറ പോലെ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ. അപ്പോൾ തോന്നിയമാതിരി പിന്നെ കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കുക. എങ്ങനെയൊക്കെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അതുപോലെ നമസ്കരിക്കുക. അതിനു വേണ്ടി നമ്മൾ ഹദീസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പഴുതുക. ഏതൊക്കെ രൂപത്തിലാണ് നമസ്കരിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുക. പഴയ നിസ്കാരം നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നതോറും പരിവർത്തിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇവിടെവരൊക്കെ പണ്ടൊക്കെ കോഴി കൊത്തുന്ന മാതിരി നമസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മാവൻ പറഞ്ഞനുസരിച്ചിട്ട് കാര്യമില്ല, ആക്കം പോലെ നമസ്കരിക്കണം, സമാധാനത്തോടെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ നമസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നീച്ചു പോരും. അപ്പം പറയും പ്രാർത്ഥിക്കണം, അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനെ അറിയുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് അറിയുകയാണെങ്കിൽ കൂടി അള്ളാഹു ചോദിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെയാണ് പറഞ്ഞത് സുബ്ഹാനല്ലാഹ് 33 മറ്റേത് 33 ചെല്ലാൻ വേണ്ടി പറഞ്ഞത് ചൊല്ലി. പിന്നെ അതിന് ശേഷം ആയത്തുൽ കുർസി ചെല്ലണമെന്ന് പറഞ്ഞു, അത് പഠിച്ചു. അങ്ങനെ ഓരോന്നും പരിവർത്തിപ്പിച്ച് നമ്മൾ കൊണ്ടിട്ട്. അതുപോലെ തന്നെ പള്ളിയിലൊക്കെ നമസ്കരിക്കുമ്പോൾ തുടർന്ന് നമസ്കരിക്കുന്ന മര്യാദകളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു ഇമാമിൻ്റെ കൂടെ ഒരു റുക്കു കിട്ടിക്കഴിഞ്ഞാൽ റക്കായത്ത് കിട്ടി എന്നുള്ളതൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഓരോന്ന് മനസ്സിലാക്കി നമ്മൾ വരിക. അപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ അത്തരം കൂട്ടുകാർ സഹവസിക്കണം. മനസ്സിലല്ലേ, നമ്മളെപ്പോഴും പള്ളിയിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയുള്ള കൂട്ടുകാരോട് കൂട്ടുകൂടുക, നല്ല ദീനീബോധം ദൈവഭക്തരുമായ ആളുകളോട് സഹവസിക്കുക. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ, ഇസ്ലാമിക പുസ്തകങ്ങൾ, പ്രസംഗങ്ങളൊക്കെ ഇഷ്ടംമാതിരിയുണ്ട്. നമസ്കാര ക്രമങ്ങളടങ്ങിയ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ആ മുറ പോലെ നിസ്കരിക്കണം. എങ്ങനെയെങ്കിലും പോയി നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും ഞാൻ നമസ്കരിക്കുന്ന ഞാൻ പോകുന്ന പള്ളിയിൽ കണ്ടു ചില ആൾക്കാർ കൈ കെട്ടിക്കഴിഞ്ഞ ശേഷം വെറുതെ അവിടെ ചൊറിഞ്ഞ് കളിക്കുക,
3-ൽ കൂടുതൽ പ്രാവശ്യം ചലനം നടത്തി കൊടുക്കലേ 3-ൽ കൂടുതൽ തവണ ചലനം നടത്തിയാൽ നമസ്കാരം ബാത്തിലാവുന്നു. വെച്ചാൽ നമ്മൾ കൈ ഇങ്ങോട്ട് അയച്ച് ഇത്തിദാലിൽ നമ്മൾ കൈ ഇങ്ങോട്ട് അയച്ച് 3 പ്രാവശ്യം ആട്ടിക്കഴിഞ്ഞാൽ നമസ്കാരം ബാത്തിലായിപ്പോയി. 3 തവണ തുടർച്ചയുള്ള ചലനം വന്നാൽ നമസ്കാരം ബാത്തിലാവും. അങ്ങനെയൊക്കെ ഒരുപാട് നിസ്കരിക്കുന്നവർ കണ്ടിട്ടുണ്ട്. പിന്നെ വെറുതെ ചലിച്ചു കൊണ്ടിരിക്കുക, ഫോണിൽ നോക്കുക, വെറുതെ ആടിക്കളിക്കുക, ഇങ്ങനെയൊക്കെ പലതും കാണാറുണ്ട്. അതുപോലെ കൈ നായി വെക്കുന്ന മാതിരി കൈ പരത്തി വെക്കുക, മുട്ടും കൈ മുതൽ മുൻകൈ വരെ നിലത്ത് പരത്തി വെക്കുക. പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് സുഹൃത്ത് പറഞ്ഞ് അങ്ങനെ വെക്കാൻ പാടില്ല, മുൻകൈ മാത്രമേ നിലത്ത് തൊടാൻ പാടുള്ളൂ. അതിന് മുമ്പ് മൂക്ക് നിലത്ത് തൊടാറില്ല, നെറ്റി മാത്രമേ തൊടുമായിരുന്നുള്ളൂ. പറഞ്ഞ് മൂക്ക് തൊടണം. സുജൂദിൻ്റെ അവയവങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8 അവയവങ്ങൾ അല്ലേ. 2 കാൽവിരലുകളുടെ തുമ്പ്, 2 മുട്ടുംകാല്, പിന്നെ 2 മുൻകൈ, നെറ്റി, മൂക്ക്, ഇത്രയും 2, 4, 6, 8 അവയവങ്ങൾ നിലത്ത് തൊടണം. അപ്പം എൻ്റെ മൂക്ക് ആദ്യം തൊടാറില്ലായിരുന്നു. അതുപോലെ 2 കാൽവിരലുടെ തമ്പും തൊടാറില്ല. കാല് കിടത്തി വെക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. കാലിൻ്റെ പുറം ഭാഗം, നമ്മൾ കാണുന്ന ഈ മുകൾ ഭാഗമാണ് നിലത്ത് തൊടാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു പള്ളിയിൽ നിന്ന് ഒരു ഇമാമല്ല ഒരു മുക്രിയോ അല്ലെങ്കിൽ മറ്റൊരു യാത്രക്കാരനോ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കാലിൻ്റെ തുമ്പ് നിലത്ത് തൊടുന്നില്ല, സുജൂദിൽ തൊടുന്നില്ല, സുജൂദ് നിസ്കാരം ബാത്തിലാവുമെന്ന് പറഞ്ഞു. ഞാനത് കേൾക്കാൻ പോയില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചു എത്ര ആൾക്കാർ നിസ്കരിക്കാത്തവരുണ്ട്, പിന്നെ കാര്യം ഇയാൾ പറയണം. ഞാനത് ഉൾക്കൊണ്ടില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഏതായാലും മെനക്കെട്ട് നിസ്കരിക്കില്ല, അതിൻ്റെ വെറുതെ നിസ്കാരം വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, അത് ശീലിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റു ചില വ്യക്തികൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ കാണുകയും എനിക്ക് അവരോട് അവഞ്ഞ് തോന്നുകയും ചെയ്തു. എന്ത് മനുഷ്യന്മാരാണ് സുജൂദിൽ വെക്കുമ്പോൾ കാല് നിലത്ത് കുത്തി വെക്കാത്തവർ അവഞ്ഞ് തോന്നി. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ചെയ്യുന്നുണ്ടോ നോക്കാനും അവർ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനൊക്കെ കഴിയും. തുടക്കം നമുക്കൊരു ആരെന്ത് പറയുമ്പോൾ നമുക്കൊരു ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും. പറഞ്ഞു തന്നത് നമസ്കാരങ്ങൾ മുറ പോലെ നമ്മൾ ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ അറിവുകൾ നേടുക, ആ അറിവുള്ളവരുമായി സഹവസിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയാണ്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ 2-3 വർഷത്തോളം ബാത്തിലാവുന്ന രൂപത്തിലൊക്കെ നമസ്കരിക്കേണ്ടി വന്നത്. മറ്റുള്ളവർ ഇങ്ങോട്ട് പറയേണ്ട ഒരവസ്ഥ വന്നു. പറഞ്ഞു തരുന്നത് നമ്മൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക, അതുപോലെ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. അത് ഉദ്ദേശിക്കുന്ന സക്കാത്താണ്. അപ്പോൾ ഓരോരുത്തർക്കും പലതായിരിക്കും നൽകിയിട്ടുണ്ടാവുക. ചിലർക്ക് നല്ല ഗാനങ്ങൾ പാടാൻ കഴിവുണ്ടാവും. അപ്പോൾ നല്ല ഗാനങ്ങൾ, ഇസ്ലാമികമായ ഗാനങ്ങൾ പാടി അപ്പോൾ അതുവഴി അറിവ് നേടുക. അപ്പം യേശുദാസ് പാടിയൊരു പാട്ടുണ്ടല്ലോ, കണ്ണീരിൽ മുങ്ങിന എന്നുള്ള പാട്ട്. അതിൻ്റെ തുടക്കത്തിലൊരു ഖുർആൻ സൂക്തമാണ് അവർ ഓതുന്നത്, സൂറത്തുൽ ബഖറയിലെ. അപ്പം അത് കേൾക്കുന്നതോടുകൂടി ആ മുസ്ലിങ്ങളായ വ്യക്തിയും അത് കേൾക്കുന്നതോടുകൂടി അവരിലൊരു ഈമാൻ വരികയും അവരിലുള്ള ചെകുത്താൻ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. കാരണം ഖുർആൻ സൂക്തങ്ങൾ കേൾക്കുന്നത് ശപിക്കപ്പെട്ട ഇബ്ലീസിന് ഇഷ്ടമല്ല. അപ്പോൾ അവനെന്ത് ചെയ്യും, അങ്ങനെ കേട്ട വ്യക്തിയിൽ നിന്ന് അവന് ഓടി രക്ഷപ്പെടും. അപ്പോൾ ഇതങ്ങനെ ഗുണം കിട്ടുക, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സമൂഹത്തിൽ മൊത്തം ഒരു ഗുണം കിട്ടുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിഗാനങ്ങൾ പാടുക. പറഞ്ഞത് നമുക്ക് എന്താണ് കിട്ടിയത് ചെലവഴിക്കുക. എല്ലാവർക്കും പണം കിട്ടിക്കൊള്ളുന്നില്ല, ചിലർക്ക് ആരോഗ്യമായിരിക്കും കിട്ടുക. ഇപ്പോൾ പള്ളിയിലൊക്കെ എന്തെങ്കിലും പരിപാടി ഒതുക്കത്ത് അളവൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് പണം ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന് ആശപ്പെടരുത്. നമ്മൾ ആരോഗ്യം കൊണ്ട് സഹായിച്ചു കൊടുക്കുക. അവിടെ പോയിട്ട് എന്തൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക. ഈദ്ഗാഹ് നടക്കുമ്പോൾ അതിൽ പങ്കാളിയാവുക. സംഘടനത്തിൽ പായ് വിരിക്കാനും എടുക്കാനും ഒക്കെ സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് നൽകിയതിൽ നിന്ന് ആരോഗ്യം കൊണ്ടോ പല കലാപരമായ കഴിവുണ്ടോ അതുകൊണ്ടോ എന്താണ് നമുക്ക് അള്ളാഹു നൽകുക, അതിൽ നിന്ന് ചെലവഴിക്കുക. പണമാണെങ്കിൽ പണം, മറ്റാണെങ്കിൽ മറ്റു കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ കിട്ടിയത് നമ്മൾ ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ഭാഗ്യമായ കൂട്ടത്തിൽ, അള്ളാഹു നൽകിയതിൽ നിന്ന് പരിപൂർണമായി ചെലവഴിക്കുന്ന ആ ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.